കുറുക്കുവഴികളൊന്നുമില്ല. ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ആവശ്യമായ രഹസ്യങ്ങൾ ഈ ഭാഗത്തുമുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളമുണ്ട്. എന്നാൽ നാം ഇന്ന് അടർത്തിയെടുത്ത ആ ഭാഗത്തിനകത്ത് ജയകരമായൊരു ജീവിതം നയിപ്പാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കിടപ്പുണ്ട്. 2 വ്യവസ്ഥകളും 2 വാഗ്ദത്തങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ 4 കാര്യങ്ങളാണ് നാം വായിച്ച ഈ 4 വാക്യങ്ങൾക്കകത്ത് കിടക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് നമുക്ക് ആ വ്യവസ്ഥകളിലേക്കൊന്ന് കയറിപ്പോകാം. 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ പറയുന്നു, സ്തോത്രം, ദൈവം വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറ്റണം. കോൺസെക്രേറ്റഡ് ലൈഫ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന, സ്തോത്രം, ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക. സ്തോത്രം. അത് ഞാൻ പറയാം, ഷോർട്ട് കട്ടില്ല. എങ്ങനെയാ വിധേയപ്പെടുന്നതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒരു വാക്യത്തിൻ്റെ അകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ സമർപ്പിത ജീവിതം, വിശുദ്ധ ജീവിതം, ദൈവഹിതപ്രകാരമുള്ള ജീവിതം, ദൈവം പ്രസാദിക്കുന്ന ജീവിതം എന്നെല്ലാം പല പേരുകളിൽ വിളിക്കുന്ന ജീവിതത്തിന്, സ്തോത്രം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, സ്തോത്രം, കോൺസെക്രേറ്റഡ് ലൈഫ് ആയിരിക്കണം.